ആളുടെ സുഹൃത്തുക്കളെ എന്തുണ്ട് സുഖല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാൻ അത് ഫെയിൽഡാണ്. ഒരുപാട് ഡ്രഗ്സ് മാഫിയ ഇന്നും നെലിഞ്ഞു നടക്കുന്നുണ്ട്, ആ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷെ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളൊരു പദ്ധതിയിൽ എന്താ ചെയ്തത്? ആർക്കും വേണ്ടാത്ത, ആർക്കും അറിയാത്ത, ആരും ചോദിക്കാൻ പിടിക്കാൻ ആരും ഇല്ലാത്ത കുറച്ചു പിള്ളേരെ കാര്യങ്ങളൊക്കെ അറസ്റ്റ് ചെയ്തതല്ലാതെ യഥാർത്ഥ മാഫിയകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നുമില്ല. പിന്നെ ആൾക്കാർ പോലീസല്ലേ എന്തെങ്കിലും കൈക്കൂലി കൊടുത്താൽ പോകുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞ തൊപ്പി എന്നുള്ളൊരു വ്യക്തി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡ്രഗ്സ് കയറ്റ കാര്യങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാ? തൊപ്പി പണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഡ്രഗ്സ് മാഫിയക്കിന്റെ ആൾക്കാർക്ക് നല്ല പണം ഉണ്ടാകുന്നു, അവർ നല്ലോണം പണം അറിയുന്നുണ്ട്. അവരെ തൊട്ടാലേ കേരള പോലീസിന്റെ തല പോകുന്നത് കേരള പോലീസ് നന്നായിട്ട് അറിയാം. അതിന് ഇതിനൊരു മോചമൊന്നുമില്ല. പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇങ്ങനെ ആൾക്കാർ ചോദിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലാത്ത ബിൽഡിങ്ങിനെ സൈഡ് ഡീലറായിട്ടുള്ള ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ അങ്ങനത്തെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ആൾക്കാരെ തൊടാൻ പറ്റിയിട്ടില്ല. ഈ ഡ്രഗ്സ് കൂടിയിട്ടുള്ളല്ലാതെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ടുവന്നിട്ട് അത് കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും നടപ്പിലായിട്ടില്ല എന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ടും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നിൽക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ഒരു ഫെയിൽഡാണ്. ഒന്നാമത്തെ കേരള പോലീസ് എന്നുള്ളൊരു പേരും കേരള പോലീസിന് കൈക്കൂലും കാര്യങ്ങളും കേരള പോലീസിന് പേടിയുള്ളിടത്തോളം കാര്യങ്ങളൊക്കെ ഇതൊന്നും നടക്കില്ല. പിന്നെ ഇത് നടക്കണമെങ്കിൽ ഓരോ നാട്ടുകാർ വിചാരിക്കണം. ഓരോ നാട്ടിൽ അങ്ങനെ ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തൊക്കെ വിചാരിച്ചെങ്കിൽ നടക്കുന്നല്ലത്. കേരള പോലീസിന് ഒരു ചൊപ്പും ചെയ്യാൻ പറ്റില്ല. അല്ലെ, ഗവൺമെന്റ് വിചാരിച്ച ഒരു ചൊപ്പും ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാര്യം. ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല കേരള പോലീസിനും കേരള ഗവൺമെന്റിനും ഒക്കെ. ഇതും പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ ഓരോരോ നാട്ടുകാരാണ്, ഓരോരോ അങ്ങാടിക്കാര്, ഒരു നാട്ടുകാര്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കാൻ അല്ലാതെ കേരള പോലീസിന്റെ ഈ ഓപ്പറേഷൻ തൂഫാനിലൊന്നും പറ്റുന്നില്ല. കേരള പോലീസ് ഒരു കണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ആൾക്കാർ അറസ്റ്റ് ചെയ്യും, അതൊരു ന്യൂസ് ആക്കും. അവർക്ക് ന്യൂസും കിട്ടി, വലിയ ഡീലറിന്റെ പണവും കിട്ടി, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഒരിക്കലും ഈ പദ്ധതി വിജയിച്ചു എനിക്കൊരിക്കലും തോന്നുന്നില്ല, ഇനി വിജയിക്കാനും പോകുന്നില്ല. എങ്ങനത്തെ ഒരു പദ്ധതി കൂടുതൽ തൂഫാനല്ല കൊടുങ്കാറ്റ് വന്നാലും ഇതൊരിക്കലും ചെയ്താകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരു നാട്ടുകാരാണ് ഇതിലേക്ക് തീരുമാനം എടുക്കേണ്ടത്. നാട്ടുകാരാണ്. നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ നിങ്ങൾ പിടിക്കണം, നിങ്ങൾ പോരാടണം, നിങ്ങൾ യുദ്ധം ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. അതല്ലാതെ കേരള പോലീസിന് ഈ പണത്തിന്റെ ആർത്തി എവിടം വരെ ഉണ്ടോ അവിടം വരെ ഈ പദ്ധതി ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇതിന്റെ പേരിൽ എനിക്ക് നാളെ കേസെടുത്തേക്കില്ല. നമ്മൾ ഡ്രഗ്സിന്റെ ആൾക്കാർ ഒന്നുമല്ല. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഞമ്മക്കും വിഷമുണ്ട് ഒരുപാട്. നമ്മളെ കുടുംബത്തിന്റെയും നമ്മളെ നാട്ടുകാരെയും നമ്മളെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒരു ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു വിഷമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാ കേരള പോലീസിന് എന്തെങ്കിലും വിഷമമായിരുന്നെങ്കിൽ ക്ഷമിക്കണം. കേരള ഗവൺമെന്റ് എന്തെങ്കിലും വിഷമമായി ക്ഷമിക്കണം. എന്നാലും പറയാം, നിങ്ങൾ ഓപ്പറേഷൻ തൂഫാൻ ഫെയിൽ.